നമസ്കാരം, ഷീബ sbytes&vlogs പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടപ്രഥമൻ ഉണ്ടാക്കാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അടയാണ്. ഇതാണ് അട. ഇതിപ്പോൾ ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഞാനിതിൽ 100 ഗ്രാം എടുത്തിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. 100 ഗ്രാം കൊണ്ട് ഉണ്ടാക്കിയാൽ ഏകദേശം ഒരു 1.5 ലിറ്ററോളം പായസം നമുക്ക് കിട്ടും. നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് നോക്കാം. പിന്നെ നമുക്ക് തേങ്ങ വേണം. ഇപ്പോൾ ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. ഇതിൻ്റെ പാല് നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഇത് നല്ലോണം ചിരകിയതിന് ശേഷം വെള്ളം ചേർക്കാതെ തന്നെ നല്ലോണം പിഴിഞ്ഞെടുക്കണം. അതാണ് 1-ാം പാല്. അതെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഏറ്റവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പാല് നല്ലോണം പിഴിഞ്ഞെടുക്കണം. പായസത്തിന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പായസത്തിന് ടേസ്റ്റ് കുറയും. അപ്പോൾ നമ്മളിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഏറ്റവും കുറച്ച് വെള്ളത്തിൽ നമ്മൾ പാലൊക്കെ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിത് കൂടുതൽ നേരം വെച്ച് വറ്റിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ 1-ാം പാലും 2-ാം പാലും നമുക്ക് എടുത്ത് വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 100 ഗ്രാം അടയാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 250-നും 300-നും ഇടയ്ക്ക് ശർക്കര മതി. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കിയിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് നെയ്യ് വേണം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഇടാം. കശുവണ്ടി കിസ്മിസൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തതല്ല പായസത്തിന് ഇടുന്ന പോലെ തന്നെ അതും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അടപ്രഥമൻ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് അടപ്രഥമൻ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഉണക്കലരി കൊണ്ടുള്ള തിന്നായിട്ടുള്ള അടയാണ്. 100 ഗ്രാം അടയാണ് ഞാൻ എടുക്കുന്നത്. ഇതുകൊണ്ടൊരു 4-5 പേർക്ക് കഴിക്കാനുള്ള പായസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ 5 ഇരട്ടി വെള്ളത്തിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് വെള്ളം എടുക്കുക. എത്ര അടയാണോ എടുക്കുന്നത് അതിൻ്റെ 5 ഇരട്ടി വെള്ളം. എന്നിട്ട് അത് നല്ലോണം തിളപ്പിക്കണം. തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അട ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചേക്കണം. പച്ചവെള്ളത്തിന് പകരം 3-ാം പാലിലാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. അതായത് 1-ാം പാലും 2-ാം പാലും എടുത്തതിന് ശേഷം ബാക്കി വന്ന തേങ്ങ മിക്സിയിലിട്ടിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തു. അങ്ങനെ കിട്ടിയ 3-ാം പാലിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. പച്ചവെള്ളത്തിൽ വേവിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ലതാണ്. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഈ അട ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അട മൂടി അങ്ങനെ ഇരിക്കട്ടെ. അതവിടെ ഇരുന്ന് വെന്തോളും. ഇനി നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം. ഇപ്പോൾ 100 ഗ്രാം അടയാണ് എടുത്തത്. അതിന് 250 ഗ്രാം ശർക്കര മതിയാവും. നല്ല മധുരമുള്ളതാണെങ്കിൽ. മധുരം കുറവുള്ളതാണെങ്കിൽ മാത്രം 300 ഗ്രാം എടുക്കുക. ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാം അലിഞ്ഞ് ചേർന്ന് ഇവിടെ പാനിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ നേരത്തെ തന്നെ തേങ്ങ പിഴിഞ്ഞിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല തിക്കായിട്ടുള്ളതാണ്. 2-ാം പാല് 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മുഴുവൻ തേങ്ങയും അടിച്ചെടുത്തതാണ്. ഇനി ചുവട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ട് അതിനകത്തേക്ക് ശർക്കര പാനിയാക്കിയത് അരിച്ചൊഴിക്കണം. ഇത് നല്ലോണം തന്നെ തിളപ്പിച്ച് ഇതിൻ്റെ അകത്തെ വെള്ളം മുഴുവൻ നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് നല്ലോണം പതയായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഇളക്കിയാലേ ഇതിനകത്തുള്ള വെള്ളം വറ്റി കിട്ടുകയുള്ളൂ. ശർക്കര ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നൊരു സമയമാകുമ്പോഴേക്കും വേവിക്കാൻ വെച്ച അട തുറന്നിട്ട് നമുക്കതൊന്ന് 2-3 പ്രാവശ്യം നല്ല ഫ്രഷ് വാട്ടറിൽ കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പ പാത്രത്തിലാക്കി വയ്ക്കണം. പായസത്തിൻ്റെ അട നല്ലോണം വെന്ത് കിട്ടാനായിട്ട് 3/4 മണിക്കൂർ മുമ്പ് തന്നെ വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വയ്ക്കണം. പിന്നെ വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ശർക്കര പാനിയിലിടുന്നതിന് മുമ്പ് തന്നെ അത് കുക്കറിലിട്ട് 1-2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കണം. ശർക്കരയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അട വേവില്ല. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കണ്ടോ, ശർക്കരയിൽ നിന്നിങ്ങനെ നല്ലോണം പതഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയെന്ന് മനസ്സിലാക്കാം. ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്ത് കിടന്നിട്ട് അടയിലെ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം. ശർക്കരയും അടയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മയം വരും. അതുവരെ ഇടയ്ക്കിടയ്ക്ക് നെയ്യും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്.
ഇപ്പോൾ ശർക്കരയൊക്കെ കുറച്ചുകൂടി വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടയിലുള്ള വെള്ളത്തിൻ്റെ അംശവുമൊക്കെ വറ്റി നല്ലൊരു മയം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കണം. മൊത്തത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം വറ്റാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം മുഴുവൻ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. തേങ്ങാപ്പാലിലെ വെള്ളമെല്ലാം വറ്റി എല്ലാം കൂടി നല്ലോണം കുറുകി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. വേണ്ടവർക്ക് ഇതിനകത്തേക്ക് ചുക്കുപൊടിയോ ജീരകമോ ഒക്കെ ഇടാം. ഞാൻ ഏലക്ക മാത്രമേ ഇടുന്നുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ഇളക്കി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള പാലാണ്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ലൂസിലെടുക്കണം. നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം. നല്ല കുറുകയാണ് അടപ്രഥമൻ ഇരിക്കുന്നത്. ഇത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ വീണ്ടും ഇത് കുറുകാതിരുന്നോളും. ചൂടോടുകൂടി തന്നെ കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒട്ടും വെള്ള ചുവയൊന്നും ഇല്ലാതെ നല്ല തേങ്ങാപ്പാലിൽ വെന്ത അടപ്രഥമൻ റെഡിയായി. ഇനി ഇതിനകത്തേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ വറുത്തിടുന്നുള്ളൂ. ദീപാവലിയൊക്കെയാണ് വരുന്നത്. ദീപാവലിക്ക് എല്ലാവരും ഇതുപോലെ നല്ല കുറുകിയ അടപ്രഥമൻ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്